കുരുക്കഴിക്കുന്ന മാതാവിനോടുള്ള പ്രാർത്ഥന. കന്യകാമറിയമേ, ഇത് കണ്ട രാവിലെ തന്നെ ഒന്ന് പള്ളിയിൽ പോവാന്ന് വിചാരിച്ചതാണ്. ഇത്ര നേരം മഴ ഉണ്ടായിരുന്നില്ല, ഇപ്പതേ മഴ. ഇനിയിപ്പോ ഇതുകൊണ്ട് വേണം പോവാൻ. പക്ഷെ നമ്മൾ പള്ളിയിൽ എന്തായാലും പോണല്ലോ, ദൈവത്തിന്റെ അടുത്ത് നന്ദി പറയണം ഇങ്ങനെ ഒരു ലൈഫ് തന്നേന്. അപ്പൊ ഞാൻ പള്ളിയിൽ പോവാ. പക്ഷേ ഈ മഴയാണ് കാണണേ. ഹായ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഹെലൻസ് ലിറ്റിൽ വേൾഡ്. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഞങ്ങൾ ഇന്ന് പിഷാരടി ഹോട്ടലിൽ തൃശ്ശൂർ ഊണ് കഴിക്കാൻ പോവാന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് രാവിലെ കുറച്ച് തിരക്ക് കാരണം ഞങ്ങൾക്ക് ഇറങ്ങാനായിട്ട് പറ്റിയില്ല. ഉച്ച കഴിഞ്ഞു. അപ്പം ചെല്ലുമ്പോൾ ഊണ് കിട്ടുമോ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. ഞാൻ കേട്ടിട്ടുണ്ട് അവിടുത്തെ ഊണ് ഭയങ്കര ഫേമസ് ആണ്, വളരെ ടേസ്റ്റി ആണെന്നൊക്കെ. അപ്പം നമുക്കൊന്ന് പോയി ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. കഴിക്കാൻ ഒരു അവസരം കിട്ടുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ആ ക്ലിപ്സ് കാണാം കേട്ടോ. അപ്പം നമുക്ക് കഴിച്ചിട്ട് വരാം. അമ്മ പറഞ്ഞ അമ്മ ലോഗോസ് ക്വസ്റ്റ്യൻ പഠിച്ചിട്ടില്ല. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചു നോക്കാം. നോണ പറയില്ലേ, ഉത്തരം അറിയെങ്കിൽ അറിയാട്ടാ, അറിയില്ലെങ്കിൽ അറിയില്ല. കേട്ടല്ലോ. അവിടുത്തെ ഡാഷ് എവിടെ നിന്നാണ് നമുക്ക് ശക്തി ലഭിക്കുക? എല്ലാ ഡാഷ് അവിടുന്ന് ഉന്നതമാണ്. ഓ, രണ്ട് സാധനം ഉണ്ട്, അതാണ്. ഒന്നും ചോദിക്കാം. അവിടുത്തെ ഡാഷ് എവിടെ നിന്നാണ് നമുക്ക് ശക്തി ലഭിക്കുക? എല്ലാ ഡാഷ് അവിടുന്ന് ഉന്നതമാണ്. രണ്ട് ഡാഷും പൂരിപ്പിക്കുക. അവിടുത്തെ പ്രകീർത്തിക്കാൻ പിന്നെ സ്തുതികളെയും കാണാം, സൃഷ്ടികളെയും ഇതാണോ പഠിച്ചത്? ഇതാണോ, ഇങ്ങനെയാണോ? ഞാനിങ്ങനെയല്ലോ പഠിക്കുക. ഞാൻ അന്തസ്സായിട്ട് പഠിക്കും. ഞാൻ പഠിച്ചിട്ടില്ല, പഠിക്കട്ടെ. അടുത്ത് ചോദിക്കാം. അടുത്ത് ഒരു ചോദ്യം കൂടെ, അല്ലെങ്കിൽ തോറ്റു പരീക്ഷയ്ക്ക് കേട്ടാ. നമ്മുടെ ഇവിടുത്തെ പരീക്ഷയ്ക്ക് തോറ്റു. ചോദിക്കാം. ആര് ഉന്നതത്തിലേക്ക് സംവഹിക്കപ്പെടുന്നു എന്നാണ് പ്രഭാഷകൻ 44:16 കാണുന്നത്? പറഞ്ഞ് നമുക്ക് തോപ്പിക്കാം. അപ്പുറത്ത് ചോദിക്കാം. ഇല്ല, ഒരു ചോദ്യം കൂടെ. നിഷ്പ്രയോജനമായത് എന്തല്ല? ഓപ്ഷൻ ഒന്നുമില്ല, പറഞ്ഞാ മതി. നിഷ്പ്രയോജനമായത് എന്തല്ല? അശുദ്ധി, മ്ലേച്ഛത, അതൊക്കെയാണോ? അതാണോ നിഷ്പ്രയോജനമായത്? ക്ലൂതര, നിഗൂഢ രഹസ്യങ്ങളാണോ? ഇങ്ങനെ പോയാ പൊട്ട മേടിക്കും കേട്ടാ. നിഗൂഢ ജ്ഞാനവും അജ്ഞാത നിധിയും. ഇതിൽ നിന്ന് നിങ്ങൾ എന്ത് മനസ്സിലാക്കണം അറിയോ? എനിക്കും ആയാലും അമ്മയ്ക്കായാലും നമുക്ക് ഇങ്ങനെ പടേ എന്ന് പറഞ്ഞിട്ട് മാർക്ക് കിട്ടണല്ല, നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടേ കിട്ടുന്നത്. മനസ്സിലായോ? നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടത്തുള്ളൂ. നമ്മൾ കുറെ വായിക്കണം, കുറെ കഷ്ടപ്പെടണം. അതിന്റെ പുറകിൽ വലിയൊരു എഫേർട്ട് ഉണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്തെങ്കിലും പറയണ്ട? അപ്പൊ എന്താ ഒന്നും പറയാത്തെ? പപ്പ എങ്ങനെയാണ് സുന്ദരനായേ? ചാച്ചിയുടെ സൗന്ദര്യമാണോ പാപ്പയുടെ സൗന്ദര്യമാണോ? ദൈവത്തിന്റെ സൗന്ദര്യോ? ദൈവത്തിന്റെ പ്രതിച്ഛായയിലാണ് നമ്മളെ സൃഷ്ടിച്ചതെന്നാണല്ലോ. അതാണ് പപ്പ പറയണേ. ദൈവത്തിന്റെ പ്രതിച്ഛായപ്പെട്ട ആളാ പപ്പ, അല്ലപ്പാ? അപ്പൊ ഞാനോ? പപ്പ, ഈ നിമിഷത്തിൽ പപ്പയ്ക്ക് നമ്മുടെ യൂട്യൂബിലുള്ള ആൾക്കാരുടെ എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? പപ്പ, ഊണിന് പകരം നമുക്കിന്ന് ഷാപ്പിലാക്കിയാലോ? സദ്യ വെച്ചല്ല, മറ്റേ നോൺ വെജ് ഒക്കെ ആയിട്ട്. കള്ള് വേണമെന്നില്ല, മറ്റേ നമുക്ക് കുറെ പ്രോൺസും ബീഫും. ഞാൻ അമ്മോട് വിളിച്ചു ചോദിച്ചു. അപ്പൊ അമ്മ പറഞ്ഞ്, ഞാൻ പുറത്തായിരുന്നു, അപ്പൊ വിളിച്ചു ചോദിച്ചു. അപ്പൊ അമ്മേനോട് പറഞ്ഞ് വേണ്ട, സദ്യ കഴിച്ചാ മതി എന്ന് പറഞ്ഞു. എനിക്ക് സദ്യ ഭയങ്കര ഇഷ്ടവാ. ചെല്ലുമ്പോഴേക്ക് ഇതിപ്പോ എത്ര മണി? അതെവിടെയാ അന്ന് നമ്മള് അതെന്തിട്ടാ തോപ്പും പടിയാ? ഞാനാണല്ലോ പ്രേമി. വീട്ടിൽ തന്നെ ഞാൻ ഇടയ്ക്ക് ഓണല്ലാത്ത സമയത്തും എനിക്ക് ഇലയില് ഫുഡ് കഴിക്കണം. ലാസ്റ്റ് അമ്മ ഇലയുടെ പ്ലേറ്റ് വാങ്ങി. ഇലയുടെ പ്ലേറ്റ് മോൾക്ക് ഇലയിൽ ഊണ് കഴിക്കുന്നത് വലിയ ഇഷ്ടമാണ്.
എന്നിട്ട് ഞാനൊരു ദിവസം കടയിൽ കയറിയപ്പോൾ ഇലയുടെ ഷേപ്പുള്ളൊരു പച്ച കളറിലൊരു പ്ലേറ്റ് കിട്ടി എനിക്ക്. എന്നിട്ട് ഞാനത് വാങ്ങിക്കൊണ്ടുവന്ന് കൊടുത്തു. എൻ്റെ ചേച്ചിയുടെ ഒപ്പം കോടാലിക്ക് പോയപ്പോഴാണ് കടയിലിരിക്കണത്. അങ്ങനെ ഞാൻ കൊണ്ടു കൊടുത്തപ്പോൾ വലിയ സന്തോഷമായി. ആ കൊണ്ടാട്ടം കൊണ്ടാട്ടം. ഓക്കെ. ഓക്കെ. എത്ര കൂട്ടം കറിയാ ചേച്ചി? എത്ര കൂട്ടം കറി അങ്ങനെ ഉണ്ടോ? കൂട്ടുണ്ട്. ആ ആ അവിയല് അവിയല്. ആ ഓലൻ ഓലൻ. ഇത് കാളനാ? ഏതെങ്കിലും കറി വിട്ടുപോയിട്ടുണ്ടോ എന്ന് അറിയിട്ടില്ല. ഓല ഇട്ടിട്ടില്ല. ഓക്കെ. ഓ അപ്പേ ഇച്ചിരിയും കൂടെ ഇട്ടോ, ഇച്ചിരിയും കൂടെ മതി മതി. അയ്യോ എൻ്റെ ദൈവമേ മതി. അമ്മ ഡയറ്റാ നോക്ക്. സാമ്പാർ. പാലട പായസം വന്നോട്ടെ. ഇവിടെ നല്ല തിരക്കാ. പപ്പടം. ആ പഴം. ആ വെച്ചോ വെച്ചോ വെച്ചോ. എനിക്ക് പൈനാപ്പിൾ കറി നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഗൈസ്. പൈനാപ്പിൾ കറി കൊള്ളാം. മസാലക്കറി അല്ലേ ഇത്? ഇഷ്ടമായി. എല്ലാം കൂട്ടി നോക്കിയിട്ടില്ല. എല്ലാം ഒരു ഡിഫറെന്റ് ടേസ്റ്റ് അല്ലേ? ഇത് കാളനല്ലേ പറഞ്ഞത്? ഇത് കാളനല്ലേ? ഇത് കൊള്ളാം. കാളനും കൊള്ളാം. മറ്റേ പൈനാപ്പിളിൻ്റെ സംഭവമില്ലേ അതും കൊള്ളാം. പൈനാപ്പിൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അമ്മേ ഇവിടെ വന്നപ്പോൾ വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ മറന്നു. അമ്മ ഫുഡിലായി ഫുള്ള് കോൺസെൻട്രേഷൻ. അങ്ങനെ കഴിക്കാൻ പറ്റണില്ല വീഡിയോ എടുക്കണ കാരണം. ഇതെന്ത് പായസാണ്? എന്ത് പായസാണ്? അത് പാലട.
നമ്മൾ കഴിച്ചിറങ്ങിയിട്ടാ. ഒത്തിരി കറി നല്ല ക്വാണ്ടിറ്റിയിലാണ് വിളമ്പുന്നത്. കറി കഴിച്ച എൻ്റെ വയറ് നിറഞ്ഞു. പിന്നെ പായസം കൂടെ കുടിച്ചപ്പോൾ പൂസായി. അപ്പോഴാണ് അമ്മ പറയുന്നത് അമ്മയുടെ ഫോണിൻ്റെ സ്പീക്കർ കുറച്ചായിട്ട് പറയുന്നുണ്ട്, സ്പീക്കറിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, അപ്പം അത് ഒന്ന് കറക്റ്റ് ചെയ്യണം. അതൊന്ന് കറക്റ്റ് ചെയ്യണം. അപ്പം അതിന് ഇവിടെ തൊട്ടടുത്ത് ഷോപ്പിൽ പോവാം. അപ്പം അപ്പ ഇവിടെ ഷാരടിയിൽ തന്നെ ഇരിക്കുകയാണ്. ഞങ്ങളോട് പോയിട്ട് വരാൻ പറഞ്ഞു. അതുപോലെ എൻ്റെ ഫോണിനൊരു സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കണം. അപ്പം ഞങ്ങളതിന് പോയിട്ട് വരാം. ആണെങ്കിൽ സദ്യ കഴിച്ചിട്ട് നടക്കാൻ പറ്റുന്നില്ല, വയറ് നിറഞ്ഞിട്ട്. അമ്മയാണെങ്കിൽ ഓടുന്നു. വലിയ യോഗക്കാരിയായി പോട്ടായി. യോഗയ്ക്കൊക്കെ പോകുന്നുണ്ട്. അപ്പം അത് കാരണം ഇപ്പോൾ ഭയങ്കര സ്പീഡാണ്. ഈ റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് അമ്മ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തൊന്ന് എൻ്റെ ഫോണിലും കൂടെ സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കാം. കാരണം എപ്പോഴെപ്പോഴും നിലത്ത് വീണൊരു സ്വഭാവം ഉണ്ട്. കണ്ട ഗൈസ്, ഇതാണ് എൻ്റെ അമ്മയുടെ സ്നേഹം, ഇതാണ് എൻ്റെ അമ്മയുടെ ലവ് ലാംഗ്വേജ്. കണ്ടോ, നമുക്കിങ്ങനെ കാലൊക്കെ തിരുമ്പി തരാൻ വേറെ ആര് വരും? നമ്മുടെ അമ്മയപ്പനല്ലേ വരുത്തുള്ളൂ, അല്ലേ? പപ്പ കാർ ഓടിക്കണ നോക്ക്, ഒരു കില്ലാടി തന്നെ പപ്പ. എനിക്ക് പപ്പേനെ പറ്റി നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. പപ്പ ഡ്രൈവിംഗ് ഓടിക്കുന്ന സമയത്തെ എനിക്ക് നിങ്ങളോടൊരു കഥ പറയാനുണ്ട്. എൻ്റെ പപ്പയുടെ ലൈഫിൽ നിന്ന് കേട്ടാ. എൻ്റെ പപ്പ ഡ്രൈവിംഗ് പഠിക്കാൻ പോയ സമയത്ത് ഏജ് അധികമായിട്ടാണ് പപ്പ പഠിക്കാൻ പോയത്. ഏജ് അധികം എന്ന് പറയുമ്പോൾ എത്ര വയസ്സപ്പാ? 48. 45 വയസ്സൊക്കെ ആയപ്പോഴാണ് പപ്പ പഠിക്കാൻ പോയതെന്നാണ് പപ്പ പറയണേ. അപ്പൊ ഡ്രൈവിംഗ് മാഷ് പറഞ്ഞു, കുരിയാച്ചൻ എന്ത് ചെയ്താ ഡ്രൈവിംഗ് പഠിക്കില്ല എന്ന് പറഞ്ഞു. ആ ആളാണ് ഇപ്പൊ നിങ്ങളുടെ മുന്നിലിരുന്ന് വണ്ടി ഓടിക്കണേ, അത് ഇത്ര ടൗണിൽ കൂടെ. എനിക്ക് പേടിയാ, ഓടിച്ച് പഠിക്കണം, അത് വേറെ കാര്യം. പക്ഷെ പപ്പ ഓടിക്കില്ല എന്ന് പറഞ്ഞ ആള് സെറ്റായിട്ട് ഓടിക്കും. ഇപ്പൊ ഏത് ഊടുവഴി കൂടെ ഏതൊക്കെ വേണം കൊണ്ട്. അപ്പൊ പപ്പയുടെ അടുത്ത് അന്ന് അങ്ങനെ പറഞ്ഞപ്പോ പപ്പ എന്നൊരു സാറ് പപ്പ ഓടിക്കരുത് എന്നൊരു ഉദ്ദേശത്തിൽ പറഞ്ഞല്ല. പപ്പ എനിക്കറിയില്ല എന്ന് പറഞ്ഞിരുന്നായിരുന്നെങ്കിലോ അപ്പൊ ഒന്ന് ഓടിക്കോ? ഇല്ലല്ലോ. പപ്പ അതിന് ശേഷം മറ്റേ ഡ്രൈവിങ്ങിന്റെ ഫസ്റ്റ് തവട്ടം എന്തെന്നാണ് ലൈസൻസ് കിട്ടിന്ന് പറഞ്ഞു വന്നു. പക്ഷെ ശരിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് പപ്പ എല്ലാം കൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പപ്പ കുഞ്ഞു ഊടുവഴി കൂടെ ഒക്കെ പപ്പ തന്നെ കൊണ്ടു. അപ്പൊ ലൈസൻസ് കിട്ടിയെന്ന് പറയുമ്പോൾ ഓൾറെഡി നമ്മൾ വണ്ടി കൊടുക്കുമല്ലോ. അങ്ങനെ പപ്പ എല്ലാ ഇടവഴി കൂടെ തന്നെ കൊണ്ടുപോയി. ആദ്യം വണ്ടി ഓഫ് ആവും, പിന്നെ പപ്പ തന്നെ. അങ്ങനെ പപ്പ തന്നെയാണ് ഓടിച്ചാണ് പപ്പ ഇങ്ങനെ എത്തിയത്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലൊരു ഇൻസ്പിറേഷൻ ആയിട്ട് എടുക്കണം, അല്ലപ്പാ? പപ്പ ചിരിക്കുന്നത് കാരണം നമ്മളോട് ആൾക്കാർ പറ്റില്ല അത് നമ്മൾ ചെയ്ത് കാണിക്കണം. എന്നോടും പറഞ്ഞിട്ടുണ്ട് പല കാര്യം പറ്റത്തില്ല, വീഡിയോ എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഇതിങ്ങനെ ചെയ്യാൻ പറ്റില്ല നിന്നെ കൊണ്ട്. എനിക്കത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എന്നെ ചൊറിഞ്ഞു കഴിഞ്ഞാലാണ് എനിക്ക് എൻ്റെ ഭാഗത്തു നിന്ന് ഏറ്റവും കൂടുതൽ ആ ഒരു എൻ്റെ ഏറ്റവും ബെസ്റ്റ് വരെ എന്നെ ചൊറിയുമ്പോഴാണ്. മനസ്സിലായോ? എന്നെ നല്ല രീതിക്ക് ഞാൻ മറ്റേ ഏതോ ഒരു റീലിനകത്ത് പറഞ്ഞ പോലെ ഞാൻ നശിച്ച് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ചൊറിയാതിരിക്കുക ചുമ്മാ പറഞ്ഞാട്ടാ. അങ്ങനെ ഇത് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും കിറങ്ങും എന്ന് പറഞ്ഞിട്ടില്ലേ? ഞാനും കിറങ്ങി. ഇവിടെ വെയിലടിച്ചിട്ട് കണ്ട് എൻ്റെ മുടി കളർ ചെയ്ത പോലെ ഇല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ ഈ ലുക്ക്. പക്ഷെ ശരിക്കും ഞാൻ കളർ ചെയ്തിട്ടില്ല. ഞങ്ങൾ തൃശ്ശൂരിന്ന് തിരിച്ചു വന്നോണ്ടിരിക്കുകയാണ്. അമ്മേനെ ഫ്രണ്ടിൽ ഇരുത്തി, കാരണം ഞാൻ വ്ളോഗ് എടുക്കുന്ന സമയത്താണ്. എത്രയാ? 8.6. നമ്മുടെ മറ്റേ യൂട്യൂബില് ഷോർട്സ് വീഡിയോക്ക് 8.6K വ്യൂസ് ചെയ്തു. ഞാൻ വിചാരിച്ച എന്റെ ഷോർട്സ് ചത്ത് കിടക്കാതും വളരില്ലെന്ന്. ചിലത് ഇങ്ങനെ മുരടിച്ചു പോകത്തില്ല, അങ്ങനെ മുരടിച്ചാന്ന് ഓർത്താ. പക്ഷെ അതിന് വ്യൂസ് കയറിയിട്ടുണ്ട്, അത്രയും വന്നു. അത് എന്റെ കുഞ്ഞിലെ അമ്മ എന്നെ കൊമ്പ് കെട്ടി അമ്മയുടെ ചേച്ചിയുടെ വീട്ടിൽ നിർത്തി ചേട്ടൻ എടുത്തിരിക്കുന്ന വീഡിയോയാണ് അത്. ഇത് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല, കോപ്പിറൈറ്റ് കിട്ടുമേ. എന്റെ അമ്മോട് ഞാൻ കുറെ വട്ടം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഈ സിനിമത്തെ പാട്ടൊക്കെ കേൾപ്പിച്ച് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് കിട്ടുമെന്ന്. എവിടെ എന്റെ അമ്മ മറന്നു. കേരളത്തിന്റെ റോഡിന്റെ ആ ഒരു ഭംഗി, ആ ഒരു സ്ട്രക്ചറും കൊണ്ട് വീഡിയോ എടുക്കുമ്പോൾ കറക്റ്റ് അത് ഇതിൽ നിൽക്കുന്നത്. കാരണം റോഡിന്റെ ആ ഒരു ഭംഗി കൊണ്ട് ഇങ്ങനെ നമുക്ക് മറ്റേ എന്താണ് വീഗാലാൻഡിൽ നമ്മള് മറ്റേ റൈഡ് പോകത്തില്ലേ, ആ അവസ്ഥയാ. ഈ ഉൽക്കം കണ്ട, ഇത്
ഇതിപ്പോ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാല് കുലുങ്ങും, അതാണ് അവസ്ഥ. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഹൈലൈറ്റ് മാൾ കേട്ടോ. നിങ്ങളൊക്കെ വന്ന് നോക്കണം. ഞങ്ങൾ എന്തെങ്കിലും ഒരു ഒഴിവാണെങ്കിൽ ഇവിടേക്ക് ഓടി വരാറുണ്ട് കേട്ടോ. നല്ലതാ, നമുക്കൊന്ന് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാം. ലുലു മാള് കൊച്ചി വരെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ട ഫുഡ് കഴിക്കല് കഴിഞ്ഞ് വ്ളോഗ് എടുക്കേണ്ട ആള് സൈഡായി. കണ്ടേ ഇത്? ഹോ എന്റെ ദൈവമേ, മുത്തേ എണീറ്റടി, എണീക്ക്, വീടെത്തി എണീക്ക്. നല്ല ഉറക്കം വരുന്നു ഗൈസ്, നല്ല വെയിലുണ്ട്. ഞാൻ കിണ്ടി പോയ പോലെ ഇരിക്കുന്നുണ്ടല്ലേ. ഇവിടെ അടുത്ത ജെറുസലേം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന സ്ഥലമുണ്ട്. പിന്നെ ബർത്ത്ഡേ അല്ല, അപ്പം രാവിലെ പള്ളിയിൽ പോയി. ഇനിയിപ്പോൾ ജെറുസലേമിൽ എന്നെ പണ്ട് പപ്പ കുഞ്ഞൊക്കെ ആയിരുന്നപ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും കൊണ്ടുവരായിരുന്നു. അപ്പം അവിടെ പോയിട്ട് നമുക്ക് കുരിശിൻ്റെ അവിടെ പോയിട്ട് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം കേട്ടോ. പണിയില്ല പൊന്നു മക്കളെ, അവൾക്ക് ചൊറിഞ്ഞോണ്ടിരിക്കലാണ് അവളുടെ മെയിൻ പണി. അവൾക്ക് നമ്മളെ സീരിയസ് ആയിട്ടിരിക്കുമ്പോ ചൊറിയാൻ വരും. അതാണ് സഹിക്കാൻ പറ്റാത്ത. അല്ലാത്തപ്പോ എന്റെ അമ്മ അറിയാണ്ട് വീഡിയോ എടുത്തു കഴിഞ്ഞാല് മറ്റേ അച്ചടി ഭാഷ ഇല്ലാണ്ട് കിട്ടുള്ളൂ. ഉറക്കം വരുന്നുണ്ട്. അതാണ് എന്റെ അപ്പന് നല്ല ഉറക്കം വരുന്നുണ്ട്, എനിക്കും ഉറക്കം വരുന്നുണ്ട്. അയ്യാ കണ്ട, ഇതാണ് നമ്മുടെ ജെറുസലേം റിട്രീറ്റ് സെന്റർ. ഇത് തല്ലൂരിന്നല്ല, അപ്പൊ വേറെ തല്ലൂര്. ഇവിടെയാ നമ്മൾ കുഞ്ഞിലേ തൊട്ട് എന്തൊരു പ്രാർത്ഥിക്കണമെങ്കിലൊക്കെ നമ്മള് പട്ടത്തച്ഛൻ്റെ അടുത്ത് വലിയായിരുന്നു. പപ്പേനെ എന്തെങ്കിലും ഒരു സങ്കടം ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് ഓടി വരിക. അത് പറഞ്ഞു കൊടുക്കാം അതെന്താന്ന്. കുരിശിന്റെ വീട്ടില് വന്ന് പ്രാർത്ഥിക്കും. കണ്ടോ എന്ത് നല്ല ആംബിയൻസ് അല്ലേ. നമുക്ക് മാറും. ഒരു ക്രിസ്ത്യനായിട്ട് ജനിച്ചതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന നിമിഷം. 3 നിഴലുകൾ. അപ്പോൾ പപ്പ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ രണ്ടുപേരും കൂടെ പുറകിലുണ്ട്. ഇവിടെ നമുക്ക് കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ പ്രാർത്ഥിക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. നമ്മുടെ ലൈഫിൽ നമുക്ക് തോന്നില്ലേ ഇതിങ്ങനൊരു കുരുക്കായിട്ട് കിടക്കാന്നില്ലേക്ക്. ഇപ്പം നമുക്ക് ചിലപ്പോൾ ഇപ്പം എബ്രോഡ് പോണ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തടസ്സം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ജീവിതത്തിൽ ഇതെനിക്കൊരു കുരുക്കാണ് എന്ന് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിത് പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പം ഞാൻ ഈ പ്രാർത്ഥനകളൊക്കെ ചൊല്ലാറുണ്ട്. എൻ്റെ ലൈഫിൽ എനിക്ക് വളരെ ടഫായിട്ട് തോന്നുന്ന ടൈമിൽ എന്ത് നന്നായിട്ട് ഒരു ഗാർഡനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കണേ അല്ലേ. ഇതിൻ്റെ പുറകിലൊക്കെ വലിയൊരു എഫേർട്ട് തന്നെയുണ്ട്. ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ഈ പ്രാർത്ഥന ചൊല്ലി കേൾപ്പിച്ച് തരാട്ടോ. നിങ്ങൾക്കും പ്രാർത്ഥിക്കാമല്ലോ. മലയാളത്തിലുള്ളത് പറയാട്ടോ ആദ്യം. കണ്ട, ഇതാണ് കുരുക്കിയിരിക്കുന്ന മാതാവിൻ്റെ പ്ലേസ്. ഞാൻ പ്രാർത്ഥിക്കാൻ പോവാണേ. കുരുക്കഴിക്കുന്ന മാതാവിനോടുള്ള പ്രാർത്ഥന. കന്യകാമറിയമേ, സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയ മക്കൾ സഹായത്തിനായി എപ്പോഴും കർമ്മനിരതവുമായ കൈകളുള്ള മാതാവേ, എൻ്റെ ജീവിതത്തിലെ കുരുക്കളെ നിന്റെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ. നിന്റെ കൈകൾ കഴിക്കാനാവാത്ത കുരുക്കുകളില്ലല്ലോ. കരുത്തുറ്റ മാതാവേ, നിന്റെ കൃപയും നിന്റെ മകനും എൻ്റെ വിമോചകനുമായ ഈശോയുടെ പക്കലുള്ള നിന്റെ മധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക് നീ കയ്യിലെടുക്കണമേ. ഇനി നമ്മുടെ ആവശ്യം എന്താണ് അത് പറയാട്ടാ. ദൈവമഹത്വത്തിനായി ഈ കുരുക്ക് എന്നേക്കുമായി അഴിച്ചു കളയണമേ. ഇന്നോളം ജെറുസലേം വചനകൂടാരത്തിൽ വന്നിട്ടുള്ള എല്ലാ കുടുംബങ്ങളുടെയും ബന്ധന കുരുക്കുകൾ അഴിക്കണമേ. വിശുദ്ധ ദൈവമാതാവേ, എന്നെ വഴി നടത്തണമേ, സംരക്ഷിക്കണമേ. നന്മറിഞ്ഞ മറിയമേ, സൃഷ്ടികർത്താവ് അങ്ങേരുടെ സ്ത്രീകളിൽ അങ്ങ് അഞ്ചിരേക്കുട്ടലാവുന്നു. അങ്ങയുടെ തരത്തിൽ ഫലമായി ഈശോ അഞ്ചിരേക്കുട്ടനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ വന്ന സമയത്തും പിതാനുപുത്രനും പരിശുദ്ധാത്മാവിനും എന്തെങ്കിലും വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്രാർത്ഥന വെച്ച് പ്രാർത്ഥിച്ചാൽ മതി, ഉറപ്പായിട്ടും നടക്കൂട്ടാ. ഇംഗ്ലീഷിൽ പ്രെയർ ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാട്ടാ. അപ്പം ഞാൻ അതിൻ്റെ ക്ലിപ്പോടെ കാണിക്കുന്നുണ്ട്. ഓക്കെ.
രണ്ടാളും എന്താ സ്നേഹമല്ലേ. നോക്ക്, ഇതൊക്കെ കാണുമ്പോഴാണെന്ന് സിംഗിളായിട്ടുള്ള നമുക്ക് മിങ്കിളാവാൻ വേണ്ടി തോന്നുന്നു, മനസ്സിലായോ? പക്ഷെ നമ്മുടെ ഒരു തോന്നലായിട്ട് മാത്രം എടുക്കണം. ഞാൻ എന്ത് സുന്ദരിയാണ് നഷീബ, സുന്ദരിയാന്ന് പറ, സുന്ദരിയാന്ന് പറ. ആര് ഞാൻ മുത്ത സുന്ദരി വന്നേക്കും. എന്റെ മുത്ത സുന്ദരിയാണ്. ചുമ്മാതാ അഭിനയവ, വെയിലടിച്ചിട്ട് കണ്ടെന്ന് പറഞ്ഞു. ക്രിസ്ത്യൻ ബിലീഫ് അനുസരിച്ചിട്ട് നമുക്ക് വേണ്ടിയിട്ടാണ് ഈശോ കുരിശിൽ മരിച്ചതെന്ന. അപ്പോൾ നമ്മുടെ വിഷമങ്ങളും ഭാരങ്ങളൊക്കെ നമുക്ക് അടുത്ത് പോയി നിന്നിട്ട് നമുക്ക് നമ്മുടെ വിഷമവും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പം നമുക്കൊരു ആശ്വാസം കിട്ടും. ഞങ്ങളൊക്കെ എപ്പോഴും ഓടി വരുന്ന സ്ഥലമാണ് ജെറുസലേം. നേരത്തെ നമ്മൾ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചായിരുന്നു, പക്ഷെ ക്ലിപ്പ് എടുത്തു എന്ന് വിചാരിച്ച, പക്ഷെ അത് പോയായിരുന്നു. അപ്പോൾ നിങ്ങളൊക്കെ ഇവിടെ തൃശ്ശൂരുള്ളവരാണെങ്കിൽ ഇവിടെ വരിക. ഇവിടെ കുഞ്ഞു കുഞ്ഞു ധ്യാനങ്ങളും അതുപോലെ തന്നെ പ്രാർത്ഥനകളും ഒക്കെ ഉള്ള റിട്രീറ്റ് സെൻ്ററാണ്. അപ്പോൾ എല്ലാവരും വരിക കേട്ടോ. അങ്ങനെ നമ്മൾ ജെറുസലേമിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എൻ്റെ ബർത്ത്ഡേ ഒരു കുഞ്ഞ രീതിക്ക് നമ്മളിന്ന് ആഘോഷിച്ചു. രാവിലെ തന്നെ ആദ്യം പള്ളിയിൽ പോയി, പിന്നെ പപ്പയമ്മയായിട്ട് ഫുഡ് കഴിക്കാൻ പോയി. അങ്ങനെ പിന്നെ അവസാനം വീണ്ടും പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥനയിൽ തുടങ്ങി, പ്രാർത്ഥനയിൽ അവസാനിച്ചൊരു ദിവസമായിരുന്നു. കാരണം നമ്മൾ ദൈവത്തിനോട് നന്ദി പറയണമല്ലോ. കാരണം എനിക്ക് ഇനിയും ഇതുപോലെ തന്നെ ഒരു ബർത്ത്ഡേ ദൈവം ആഘോഷിക്കാനുള്ള ആയുസ്സും ആരോഗ്യമൊക്കെ തന്നേന്. അപ്പം അങ്ങനെ പിന്നെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത്. അപ്പം അതും ഒരു ബ്ലെസ്സിങ് തന്നെയല്ലേ. ഏറ്റവും നമ്മൾ ആരോഗ്യത്തോടുകൂടി ഇരിക്കുക എന്ന് പറയുന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു സമ്പത്തെന്ന് ഞാൻ കാണുന്നത്, പണം ഉള്ളതിനേക്കാളും. അപ്പോൾ കർത്താവ് എന്നെ ഹെൽത്തി ആക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ നന്ദി പറയുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഇത്രയൊക്കെ ഉള്ളൂ. അമ്മയ്ക്ക് 6 മണിക്ക് മാർഗം കളിയുടെ പ്രാക്ടീസ് ഉണ്ട്. അപ്പം അമ്മ അതിന് പോവുക. അപ്പം ഇനി വേറെ ക്ലിപ്സും കാര്യങ്ങളൊന്നും ഇല്ല. ഇന്ന് തന്നെ ഇത് എഡിറ്റ് ചെയ്തിടാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വയ്യ, പക്ഷെ എഡിറ്റ് ചെയ്യണം. അപ്പം അങ്ങനെ. അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി ഒരു ഇൻസ്പിരേഷൻ ആവാം. ഓക്കെ, അപ്പോൾ സപ്പോർട്ട് ചെയ്യുക ഈ ഒരു ജേർണിയിൽ.